കേരള കാറ്റിൽ മാർച്ചൻസ് വെൽഫെയർ അസോസിയേഷൻ്റെ 20ാം വാർഷിക സമ്മേളനവും സെമിനാറും ഫെബ്രുവരി 10 ഒറ്റപ്പാലത്ത് നടക്കുമെന്ന് ജനറൽ സെക്രട്ടറി എ യൂസഫ് പറഞ്ഞു. MK ഉമ്മർ മാസ്റ്റർ, K രാജൻ, TM ആദം, മറ്റ് ഭാരവാഹികളും പത്രസമ്മേളനത്തിൽ സന്നിധരായിരുന്നു. കേരള കാറ്റിൽ മാർച്ചൻസ് വെൽഫെയർ സംസ്ഥാന 20ാം വാർഷിക പൊതുസമ്മേളനം സെമിനാറും ഈ വരുന്ന 10-ാം തീയതി മാളികൽ ഗാർഡനിൽ വെച്ച് നടക്കുകയാണ്. അതിൻ്റെ സെമിനാർ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട XMLA, മുഖ്യപ്രഭാഷണം ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ജോൺ നിർവഹിക്കും. 2005 2005 രജിസ്റ്റർ ചെയ്ത ആൾക്കാരുടെ കയറ്റം മറിച്ച് അസംഘടിതമായ ഒരു മേഖല അന്യ സംസ്ഥാനങ്ങളെ ബന്ധപ്പെട്ട് തൊഴിൽ മേഖലയെ സംരക്ഷിക്കുക എന്ന ആഹ്വാനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഈ കേരളത്തിൽ കടന്നോളം അന്യ സംസ്ഥാനങ്ങളുമായിട്ടാണ് കേറ്ററിംഗ് മർച്ചൻ്റ് വെൽഫെയർ അസോസിയേഷൻ കന്നുകാലി കച്ചവടം അനുബന്ധ തൊഴിലാളികളും നടന്നുകൊണ്ടിരിക്കുന്നത്. കാലങ്ങളാറായിട്ടും ഒരുപാട് വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ മേഖലയെ സംരക്ഷിക്കുക എന്ന ദൗത്യമായിട്ടാണ് നമ്മുടെ ഈ സംഘടന രൂപം കൊണ്ടത്. 20 വർഷം പിന്നിട്ടു. അതിൻ്റെ സെമിനാറാണ് നടക്കാൻ പോകുന്നത്. ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് അന്യ സംസ്ഥാനങ്ങൾ നടത്തുന്ന ഗുണ്ടാ മാഫിയകൾക്കെതിരെ ബഹുമാനപ്പെട്ട CM നമ്മൾ കാണുകയും അന്യ സംസ്ഥാന ഗവൺമെൻറ്റുമായി നമ്മളൊരു ചർച്ചയ്ക്ക് വേദിയെടുക്കുകയും ചെയ്തു. ഉടനീളം പ്രയാസങ്ങളും പ്രതിസന്ധികളും നേരിട്ടിരിക്കുന്ന ഈ മേഖലയെ സംരക്ഷിക്കുക എന്ന ബാധ്യത അവരുടെ ഗവൺമെൻറ്റിനും മറ്റ് നമ്മുടെ സംഘടനയ്ക്കുണ്ട്. അതുമായി ബന്ധപ്പെട്ടൊരു ചർച്ചയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. കേരളത്തിലെ കന്നുകാലി വ്യാപാര രംഗം കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു വ്യവസായ രംഗമാണ്. 10,000 ഈ മേഖലയിൽ ജീവിക്കുന്നു. കന്നുകച്ചവട വ്യവസായ രംഗത്ത്, അതുപോലെ തന്നെ ക്ഷീര വ്യവസായ രംഗത്ത്, അനുബന്ധ തൊഴിൽ മേഖലകളിലെ മാംസ വ്യാപാര രംഗത്ത് ഇവരെ 2005 അസംഘടിതരായി സമൂഹത്തെ സംഘടിപ്പിച്ച പ്രഥമ സംഘടനയാണ് കേരള കാറ്റിൽ മർച്ചൻ്റ് വെൽഫെയർ അസോസിയേഷൻ. സ്വതന്ത്ര സംഘടനയായി പ്രവർത്തിക്കുന്നു. കേരളത്തിലേക്ക് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന കന്നുകൾ വഴിനീളെ തടയപ്പെടുകയും വ്യാജമായ സംഘശക്തികളുടെ പേരിൽ പ്രചരണം നടത്തി മാഫിയകൾ കൊള്ളയടിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇതിന് എതിരെ അതത് ഗവൺമെൻറ്റുകളുടെ കാലത്ത് ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും കഴിഞ്ഞ 2 ആഴ്ചകൾക്ക് മുമ്പാണ് ബഹുമാനപ്പെട്ട കേരളത്തിൽ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ ഇത് ഉൾപ്പെടുത്തിയത്. അതുപോലെ തന്നെ കേരളത്തിൻ്റെ മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽ ഇത് കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് സുരക്ഷിതമായ തൊഴിൽ ചെയ്ത് ജീവിക്കാനുള്ള ഈ അവകാശത്തിന് വേണ്ടി, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ഭക്ഷ്യ സമ്പത്ത്, ക്ഷീരം, മാംസം തുടങ്ങിയ സമ്പത്ത് സംരക്ഷിക്കുന്നൊരു മേഖല എന്ന നിലയ്ക്ക് ഇത് സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള സെക്രട്ടേറിയറ്റ് മാർച്ച് ഉൾപ്പെടെയുള്ള ശക്തമായ പ്രക്ഷോഭങ്ങൾക്ക് സംഘടന നേതൃത്വം നൽകും. അതിൻ്റെ മുന്നൊരുക്കത്തിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് ഈ സമ്മേളനം നടക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്.